ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേരത്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പലരും ക്യാമറയിലും മൊബൈലിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ISO. പക്ഷേ പലർക്കും അറിയില്ല എന്താണ് ഈ ISO. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ISO എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊരു ഇമേജിലും പ്രോപ്പറായിട്ട് ലൈറ്റ് വന്ന് ഇടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ കണ്ണിലെത്തിയാൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ക്യാമറ സെൻസറിലും ആ ഇമേജിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ആ സെൻസറിൽ അടിച്ചാൽ ആ സെൻസറിന് ആ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ക്യാമറയിൽ ഫിസിക്കലായിട്ട് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് അപ്പർച്ചറും ഷട്ടർ സ്പീഡും. അപ്പർച്ചർ എന്ന് പറയുമ്പോൾ ക്യാമറയുടെ ഓപ്പണിംഗ് ആണ്. നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് പോലെ അത് ചെറുതാവുകയും വലുതാവുകയും ചെയ്യും. അതാണ് അപ്പർച്ചർ. അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്യാമറ അകത്ത് കിട്ടുന്ന ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഉള്ളത് ഷട്ടർ സ്പീഡ്, അതായത് എത്ര നേരം ക്യാമറയുടെ ഷട്ടർ, അതായത് ഈ സെൻസറിൻ്റെ ഫ്രണ്ടിലൊരു ഷട്ടറുണ്ട്, അത് എത്ര നേരം ഒന്ന് തുറന്നിരുന്ന് അത്രയും നേരം ലൈറ്റ് അത് എൻ്റർ ആവുന്നുള്ളതാണ് ഷട്ടർ സ്പീഡ്. ഇത് രണ്ടുമാണ് ക്യാമറ ഫിസിക്കലായിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഇനി ISO എന്ന് പറഞ്ഞാൽ അതിന് ഡിജിറ്റലായിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നൊരു പാരാമീറ്ററാണ് ISO എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാമറ സെൻസറിന് എത്രത്തോളം ലൈറ്റ് ആവശ്യമാണെന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് ISO. നമ്മളിപ്പോൾ ISO ഇൻക്രീസ് ചെയ്തെന്ന് വെച്ചോ, ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഷട്ടർ സ്പീഡ് കുറയും. ഈ ISO നമുക്ക് ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ എക്സ്റ്റേണൽ ലൈറ്റിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുന്നൊരു പാരാമീറ്റർ. അത് നമ്മൾ ഈ മൈക്കിലൊക്കെ ഉള്ള ഒരു ആംപ്ലിഫയർ ഇല്ലേ, ഈ സൗണ്ടിനെ എടുത്ത് ആംപ്ലിഫൈ ചെയ്ത് തരുന്നത്, അതേപോലത്തെ ഒരു പർപ്പസാണ് ഈ ISOയ്ക്ക്. ഉള്ള ലൈറ്റിനെ എടുത്ത് ആംപ്ലിഫൈ ചെയ്യും. സോ നമുക്ക് ഇമേജ് കുറച്ചുകൂടെ വിസിബിൾ ആവും. പക്ഷേ ഈ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മൈക്രോഫോണിലൊക്കെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, അതിൻ്റെ കൂടെ കുറേ എക്സ്റ്റേണൽ നോയ്സ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ക്യാമറയിലും ISO കൂട്ടി നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നോയ്സ് വരും. നോയ്സ് അതായത് ഈ ഇമേജിനകത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ചുറ്റും ഗ്രെയിൻസ് പോലെ കാണാം. അതാണ് ഈ നോയ്സ് എന്ന് പറയുന്നത്. അത് ഈ ISOയുടെ ഒരു പ്രശ്നമാണ്. അത് പിന്നെ പല ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് എക്സ്റ്റേണൽ ലൈറ്റ്, പുറത്ത് നല്ല ലൈറ്റ് ഉണ്ട്, ഔട്ട്ഡോറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോയ്സ് അത്ര വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഇൻഡോർ, അതായത് ലോ ലൈറ്റ്, നല്ല ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ ISO ഒരുപാട് കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ നോയ്സ് വരും. പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ സെൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്യാമറയുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് ISO വാല്യൂസ് പല ക്യാമറയിലും പല രീതിയിലായിരിക്കും. ഈ ഹൈ ISOയിൽ നോയ്സ് വരും എന്ന് പറഞ്ഞ ഇമേജിൽ. അതേപോലെ ഈ ISO കൂട്ടി നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വരുന്ന വേറെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഇമേജിൻ്റെ ഡൈനാമിക് റേഞ്ച്, അതായത് നമ്മൾ ഇമേജിൻ്റെ ഷാഡോസും ഹൈലൈറ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഷാഡോസ്, അതായത് ഡാർക്കായിട്ടുള്ള പോർഷൻസിൽ ഭയങ്കര നോയ്സ്, ആ ഭാഗത്ത് നോയ്സ് കൂടുതലായിരിക്കും. പിന്നെ കളർ ബാലൻസ് മാറും. അതായത് ഇപ്പോൾ റെഡ് കളർ ഇരിക്കേണ്ട ഒരു സാധനം ചിലപ്പോൾ വയലറ്റോ പിങ്കോ അങ്ങനെ കളർ മാറാൻ ചാൻസ് ഉണ്ട് ഈ ISO കൂടുമ്പോൾ. പിന്നെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇമേജിൻ്റെ ഷാർപ്നെസ് കുറയും. നമ്മൾ നോർമൽ ഒരു സിറ്റുവേഷനിൽ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഷാർപ്നെസ് ഈ ഹൈ ISOയിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ഷാർപ്നെസ്സിന് പകരം അവിടെ ഫുൾ നോയ്സ് ആയിരിക്കും കിട്ടുക. സോ നമ്മൾ ഇമേജ് ക്യാപ്ചർ ചെയ്യുമ്പോൾ എപ്പോഴും ISO മിനിമം ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഓരോ സെൻസറിനും അതിൻ്റേതായ ബേസ് ISO എന്ന് പറയും. ചില ഡിവൈസിൻ്റെ 100 ആയിരിക്കും, ചിലതിന് 50 ആയിരിക്കും. അതിൻ്റെ ബേസ് ISOയിൽ ഷൂട്ട് ചെയ്യാൻ നോക്കുക. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ISO ഒരുപാട് കുറഞ്ഞിരുന്നാൽ അത്രയും ഷട്ടർ സ്പീഡ് കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ ഷട്ടർ സ്പീഡ് ഒരുപാട് കൂടിയാൽ നമ്മുടെ ഇമേജ് ഭയങ്കര ഡാർക്കാവും. ആ സിറ്റുവേഷൻസിൽ 100 നിന്ന് മാറ്റി 400 600 ഒക്കെ ആക്കി ഉപയോഗിക്കേണ്ടി വരും. ഈ ISO പെർഫോമൻസ് സെൻസറിനെ ബേസ് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അതായത് ഈ ഫുൾ ഫ്രെയിം സെൻസർ ഉണ്ടല്ലോ, അതിൻ്റെ സെൻസർ സൈസ് കുറച്ചുകൂടെ ലാർജ് ആയതുകൊണ്ട് ഈ ക്രോപ്പ് സെൻസർ ക്യാമറാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ നോർമൽ ഒരു ക്രോപ്പ് സെൻസറിൽ നേറ്റീവായിട്ട് നമുക്ക് മാക്സിമം യൂസ് ചെയ്യുന്ന ISO 25,000 ആണെങ്കിൽ
ഫുൾ ഫ്രെയിമിനകത്ത് ചിലപ്പം 51,000 1 lakh ഒക്കെ ആയിരിക്കും വരുന്ന ISO റേഞ്ച്. അതേപോലെ തന്നെ ഈ മെഗാ പിക്സലുണ്ടല്ലോ ക്യാമറയുടെ, അത് ഒരുപാട് കൂടിയാലും ഈ ISO റേഞ്ച് പ്രശ്നം വരും. എപ്പോഴും സ്മാളർ മെഗാ പിക്സൽ സെൻസറായിരിക്കും കൂടുതൽ സെൻസിറ്റീവ്. അതായത് ഇപ്പം ഒരു 12 മെഗാ പിക്സൽ ഉള്ളൊരു ക്യാമറ സെൻസറിൻ്റെ ISO പെർഫോമൻസ് ഒരു 60 മെഗാ പിക്സലുള്ള ക്യാമറ സെൻസറിനെ കാട്ടിയും ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ISO എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.